ഗുഡ് ഈവനിംഗ് പിയാസുനിൽ എക്സിറ്റ് പോൾ ഡീകോഡിംഗിലേക്ക് നമ്മൾ കടക്കുകയായിരുന്നു. എക്സിറ്റ് പോൾ അല്ല എക്സാക്ട് പോൾ എന്നത് നമുക്കറിയാം, പലപ്പോഴും നമ്മൾ അത് കണ്ടിട്ടുണ്ട്. പക്ഷേ ബീഹാറിലെ സാഹചര്യത്തിൽ എക്സിറ്റ് പോളിന് പിന്നാലെ വരുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ്? സുജി, ഏതായാലും ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും 9 എക്സിറ്റ് പോളുകളും NDA സഖ്യത്തിന് അനുകൂലമായ പ്രവചനമാണ് നടത്തിയിട്ടുള്ളത്. അതേസമയം മഹാസഖ്യം വലിയ തോതിൽ മുന്നേറ്റമുണ്ടാക്കില്ല എന്നാണ് പൊതുവെ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ പറയുന്നത്. അതേസമയം മഹാസഖ്യവും RJDയും ഒന്നും തന്നെ ഈ എക്സിറ്റ് പോളുകളെ സ്വീകരിക്കുന്നില്ല. ഇത് തെറ്റായ വിലയിരുത്തലാണ്. ബീഹാറിൽ ഇത്തവണ അധികാരമാറ്റമുണ്ടാകും എന്നൊക്കെയാണ് തേജസ്വി യാദവ് ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത്. സംസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ പ്രചരണം എല്ലായിടത്തും വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്ക് എന്താണ് വസ്തുത മനസ്സിലായില്ലേ എന്നൊക്കെയാണ് മാധ്യമങ്ങളോട് ഇന്ന് തേജസ്വി യാദവ് ചോദിച്ചത്. ഏതായാലും എക്സിറ്റ് പോൾ വന്നതിന് പിറകെ BJP ക്യാമ്പുകൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. 501 കിലോ ലഡ്ഡുവാണ് ബീഹാറിലെ BJP ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വലിയൊരു ആഘോഷത്തിനായി BJP തയ്യാറെടുക്കുകയാണ്. ഏതായാലും ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ബീഹാറിന്റെ ചരിത്രത്തിൽ പലതവണ തെറ്റിയിട്ടുണ്ട്. അത് 2015 ആദ്യം തെറ്റിയത്. 2015 അന്ന് NDA സഖ്യം അധികാരത്തിൽ വരും എന്നായിരുന്നു ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. പക്ഷേ അന്ന് 2015 നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നിതീഷ് കുമാർ നരേന്ദ്രമോദിക്കെതിരെ നിലപാടെടുക്കുകയും പിന്നീട് മഹാസഖ്യത്തിനൊപ്പം ചേരുകയും ചെയ്തു. അന്ന് 2015 നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും ഒക്കെ ഒന്നിച്ചു നിന്ന് മഹാസഖ്യം അധികാരത്തിൽ വന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം വിജയിക്കും എന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചപ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് അവിടെ ഫലം വന്നത്. അതുകൊണ്ട് ഇത്തവണത്തെ എക്സിറ്റ് പോളും ബീഹാറിന്റെ കാര്യത്തിൽ തെറ്റും എന്നൊക്കെയാണ് മഹാസഖ്യം പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇത് യഥാർത്ഥ കണക്കാണ്, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്നൊക്കെയാണ് BJPയും JDയും ഒക്കെ തന്നെ അവകാശപ്പെടുന്നത്. നേരത്തെ അമിത്ഷാ ഒക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചത് 160-ലധികം സീറ്റ് ലഭിക്കുമെന്നതാണ്. ഏതായാലും ഇതുവരെ വന്നിട്ടുള്ള എല്ലാ എക്സിറ്റ് പോളുകളും 130-ൽ കൂടുതൽ സീറ്റുകൾ NDA സഖ്യത്തിനെ പ്രവചിക്കുന്നുണ്ട്. ഫലങ്ങളെല്ലാം ഇപ്പോൾ പിയാസുനിൽ പറയുന്നത് പോലെ തേജസ്വി ക്യാമ്പിന് പ്രതീക്ഷ നൽകാത്ത ഒന്നാണ് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്നും എക്സാക്ട് പോൾ ഫലമായി വരാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ്. അവിടെ കൂടുതൽ സീറ്റുകൾ നേടുന്നു എന്നതിനപ്പുറം കഷ്ടിച്ച് കടന്നുകൂടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നില മെച്ചപ്പെടുത്തി 1 മാൻഡേറ്റ് ആണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെയാകുമോ എക്സാക്ട് പോൾ എന്നറിയാൻ നമുക്ക് വെള്ളിയാഴ്ച വരെ കാത്തിരിക്കാം. മഹാസഖ്യം എങ്ങനെയാണ് ഈ എക്സിറ്റ് പോളിനെ നോക്കിക്കാണുന്നത്? ആദിൽ പാലോടുണ്ട് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ആദിൽ പാലോട്. ആദിൽ ബീഹാറിൽ ഉടനീളം സഞ്ചരിച്ചതാണ്, മഹാസഖ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കണ്ടതാണ്. പ്രചാരണ വേളയിൽ അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ അത് താഴേക്ക് ഇറങ്ങുകയാണോ അതോ എക്സിറ്റ് പോളിനെ തള്ളിക്കളയുകയാണോ അവർ? എക്സിറ്റ് പോളിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. പരമാവധി ഒരു തൂക്കുസഭ, അതിൽ കുറഞ്ഞതൊന്നും സംഭവിക്കില്ല, ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടില്ല എന്നാണ് മഹാസഖ്യ നേതാക്കൾ പറയുന്നത്. പ്രത്യേകിച്ച് തേജസ്വി യാദവ് ക്യാമ്പും കോൺഗ്രസിന്റെ നേതാക്കളുമെല്ലാം ഇത് തന്നെയാണ് നമ്മോട് അനൌദ്യോഗികമായി പ്രതികരിക്കുന്നത്. എക്സിറ്റ് പോളുകളെ കുറിച്ച് ഒന്നും പറയാനില്ല, എക്സിറ്റ് പോളുകൾ തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് മഹാസഖ്യം പറയുന്നത്. പരമാവധി ഒരു 150 സീറ്റെങ്കിലും ലഭിക്കും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ മഹാസഖ്യത്തിന്റെ പ്രതീക്ഷ. ഒരു 130 സീറ്റെങ്കിലും ഉറപ്പായും കിട്ടുമെന്ന ആത്മവിശ്വാസം ഇപ്പോഴും മഹാസഖ്യം വെച്ച് പുലർത്തുന്നുണ്ട്. ഇനി അഥവാ ജൻസുരാജിന് ഒരു 10 സീറ്റോളം കിട്ടുകയാണെങ്കിൽ അതുകൂടി ചേർത്ത് സർക്കാർ രൂപീകരിക്കാനാകുമെന്ന പ്രതീക്ഷ വരെ ഉണ്ടായിരുന്നു. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ ആകെ ഇവരുടെ പ്രതീക്ഷകളെ ആകെ തകിടം മറിക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു സർവേ മാത്രമാണ് മികച്ചൊരു ഭൂരിപക്ഷത്തിലേക്ക് മഹാസഖ്യം എത്തും, മികച്ചത് എന്ന് ഉദ്ദേശിക്കുന്നത് 100-ന് മുകളിലേക്കൊക്കെ എത്തുമെന്നൊരു പ്രതീക്ഷ പോലും പങ്കുവയ്ക്കുന്നു. ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ മഹാസഖ്യത്തിന് തിരിച്ചടിയാണ്, മഹാസഖ്യത്തിനെതിരെ പ്രവചിക്കുന്നതാണ്. പക്ഷേ ആ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് തേജസ്വി യാദവും കൂട്ടരും പറയുന്നത്. പക്ഷേ അപ്പോഴും ചില കേന്ദ്രങ്ങൾ, ഈ CPM കേന്ദ്രങ്ങളൊക്കെ അതിന്റെ ഒരു താഴേക്കിറങ്ങി പരിശോധിക്കുമ്പോൾ ചില മേഖലകളിൽ തിരിച്ചടി ഉണ്ടാകാനും BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുമുള്ള സാധ്യതയുണ്ടെന്ന് സമ്മതിക്കുന്നുമുണ്ട്. സുജയ, ശരി, ആദിൽ പാലോടാണ് നമുക്കൊപ്പം ചേർന്നത്. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം ഉണ്ട്. ഗുഡ് ഈവനിംഗ് നോബിൾ മാരിക്കാരൻ. നോബിൾ വലിയ സന്തോഷത്തിലാണല്ലോ. എക്സിറ്റ് പോളുകളിൽ എല്ലാം തന്നെ NDAക്ക് അനുകൂലമാണ്. NDA ക്യാമ്പിലും ഈ ആവേശമാണോ? എക്സിറ്റ് പോളുകൾ വരുന്നതിന് മുൻപ് തന്നെ എല്ലാം അനുകൂലം എന്തായിരുന്നു NDA ക്യാമ്പ് വ്യക്തമാക്കിയത്. എക്സിറ്റ് പോൾ വന്നതിന് ശേഷവും അതിന് കൂടുതൽ ആവേശം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ടത്. നേരത്തെ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിലെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ JDയും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് NDAയുടെ എല്ലാ ഘടകകക്ഷികളും വലിയ ആത്മവിശ്വാസത്തിൽ പറഞ്ഞ കാര്യം വികസനത്തിനുള്ള വോട്ട് ലഭിക്കും, അതോടൊപ്പം ജനങ്ങൾ കൃത്യമായി തന്നെ NDA സർക്കാരിനും നിതീഷ് കുമാറിനും പ്രധാനമന്ത്രിക്കും വോട്ട് ചെയ്യും എന്നുള്ളതാണ്. അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്ന എക്സിറ്റ് പോളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വലിയ വിജയം ഉണ്ടാകുമെന്ന് BJP ക്യാമ്പും ഒപ്പം NDA ക്യാമ്പും കൃത്യമായി തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ നിതീഷ് കുമാർ എന്നാണ് ഈ കഴിഞ്ഞ ദിവസം വരെ എന്താണെങ്കിലും NDA ക്യാമ്പിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് മാത്രമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് വലിയ ഭൂരിപക്ഷമാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ JDയുവിനേക്കാൾ കൂടുതൽ സീറ്റുകൾ BJP നേടുന്ന ഒരു സാഹചര്യമൊക്കെ
വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ സാഹചര്യം കണ്ടതാണ്. അന്ന് ഏകനാഥ് ഷിൻഡെ മാറ്റിക്കൊണ്ട് ദേവേന്ദ്ര ഫട്നാവിസ് പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP ഉയർത്തിക്കൊണ്ടുവന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ അവിടെ ബീഹാർ ഉണ്ടാകുമോ എന്നാണ് ഇനിയിപ്പോൾ ആകാംക്ഷയെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു തരത്തിലും NDA ക്യാമ്പിന് ഒരു ആത്മവിശ്വാസക്കുറവുമില്ല, വലിയ ആത്മവിശ്വാസം. നേരത്തെ PR സൂചിപ്പിച്ച പോലെ തന്നെ ലഡു അടക്കമുള്ള മറ്റ് മധുരപലഹാരങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് കൃത്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ എല്ലാ ഗ്രാമങ്ങളിലും BJP ഒരുങ്ങിയിരിക്കുന്നു. എന്താണെങ്കിലും വലിയ വിജയം ഉണ്ടാകുമെന്ന് അവർ മുൻപ് പ്രവചിച്ചതാണ്. ആ പ്രവചനം എന്താണെങ്കിലും സത്യമാകുന്നു എക്സിറ്റ് പോളിലൂടെ. പക്ഷേ എക്സിറ്റ് പോളുകൾ എക്സാക്ട് പോൾ അല്ല എന്ന് BJP ക്യാമ്പുകളും പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആത്മവിശ്വാസത്തിന് ഒരു തരി പോലും കുറവില്ലാതെയാണ് BJP പ്രവർത്തകർ. എന്തായാലും BJP പ്രവർത്തകർ ഇപ്പോൾ ബീഹാറിൽ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്. സുജയ, വിവരങ്ങൾ നൽകിയത് ആദിൽ പാലോടും നോബൽ മാരിക്കാരനും PR സുനിലുമാണ്. ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരിക്കുന്നു. വെള്ളിയാഴ്ച വോട്ടെണ്ണുമ്പോൾ നമുക്ക് ആ ആവേശത്തോടു കൂടി തന്നെ അതിനെ കാത്തിരിക്കാം. മാറി മറിയുന്ന തെരഞ്ഞെടുപ്പ് ഫലമാകുമോ?